സർ, ഈ പോസ്റ്റ് കണ്ടിരുന്നോ? PM മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, കുറച്ചു മുമ്പ് വന്നതാണ്. പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു: ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും, @വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ലൈക്കും ഉണ്ട്. മുഹമ്മദ് റിയാസ് സെൽഫി എടുത്തതാണ്. ഇപ്പുറത്ത് MV ഗോവിന്ദൻ, ബാലഗോപാൽ, പിന്നെ നമ്മുടെ മുഖ്യൻ്റെ വൈഫ്, ഇത്രയും പേരും കൂടെ ഉള്ളൊരു സെൽഫി എടുത്തിട്ടാണ് ഇങ്ങനെ ഇട്ടത്. അപ്പം ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ. എനിക്ക് അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിനകത്തൊരു വിഷയമുള്ളത്, ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഒരു പക്വതയില്ലാത്ത പോസ്റ്റാണത്. ഒരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല. കാരണം ഇത് തിരിച്ചും സംഭവിക്കും. കാരണം കോൺഗ്രസ് ഭരിക്കുന്നൊരു പഞ്ചായത്തുണ്ടെന്ന് വിചാരിക്കുക. കോൺഗ്രസ് ഭരിക്കുന്നൊരു പഞ്ചായത്തിൽ, ഞാൻ പഞ്ചായത്തിൻ്റെ ചെറിയൊരു സ്ഥലത്ത് പറയുന്നത്, സ്റ്റേറ്റ് ഭരിക്കുന്ന CPM ആണല്ലോ, സ്റ്റേറ്റിൻ്റെ ഒരു പരിപാടി വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്ത് കിട്ടും? ഒരു വേദി കിട്ടും. അതൊരു കൾച്ചർ പോലെ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ മെട്രോയിൽ ആരുണ്ടായിരുന്നു? കുമ്മനം രാജശേഖരൻ മെട്രോ റെയിലിൽ വിളിച്ചത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. നമുക്കതൊരു കൾച്ചർ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന രീതിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണോ രാജ്യം ഭരിക്കുന്നത് അവരുടെ പൈസ കൂടെ വച്ചിട്ടൊരു പരിപാടി നടത്തണമെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രധാന ആളിനെ വയ്ക്കും. തിരിച്ച് സ്റ്റേറ്റും ചെയ്യാറുണ്ട്. ഇപ്പോൾ ജില്ലയിൽ ചെല്ലുമ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല, തിരിച്ച് തന്നെ പറയാം, മലപ്പുറം ജില്ലയിലെ പല പരിപാടികൾക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപാടി, ജില്ലാ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്, ലീഗാണ്. അവിടെ പക്ഷേ CPMൻ്റെ നേതാവിന് എന്ത് കൊടുക്കും? ഒരു ഓണർ കൊടുക്കും. അതൊരു കൾച്ചറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതൊരു പക്വതയില്ലാത്തൊരു മറിക്കലാണ് മറിച്ചത്. മാത്രല്ല ഇത് അമ്മായിപ്പനിട്ടുള്ള ഒരു കുത്തും പിണറായി വിജയനാണല്ലോ ഇതിന്റെ ലിസ്റ്റ് അയക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ധനകാര്യമന്ത്രിയെ എവിടെ ഇരുത്തിയിരിക്കുന്നു? വേദിയിൽ ഇരുത്തിയിരിക്കുന്നു, സ്റ്റേജിൽ ഇരുത്തിയില്ല എന്ന് പറഞ്ഞു. സ്റ്റേജിൽ ഇരുത്തുന്നതിനെ സംബന്ധിച്ച് 7 പേര് 8 പേര്, അതിനപ്പുറം സ്റ്റേജിൽ ഇരുത്താൻ പറ്റും. ഇതിപ്പോൾ 7 അല്ല, കൂടുതൽ കാണുമ്പോൾ 10-17 പേര് ഇരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു റിലാക്സേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ മുൻ മന്ത്രിയും കൂടെ ആണല്ലോ. അങ്ങനെ മുൻ മന്ത്രിയാണ്. പിന്നെ ഇവിടെ പാർലമെന്റിൽ മത്സരിച്ച ആളാണ്. ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാവുമായിരുന്നു. എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ മുഴുവൻ സംഘാടനത്തിലും ചിലപ്പോൾ ഇവർക്കൊക്കെ എപ്പോഴും LDF സർക്കാരിന് ഒരു ഇതുണ്ട്, ഞങ്ങൾ അങ്ങ് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കണം. പക്ഷേ ഇതൊക്കെ ഇവർക്കൊരു പാഠമായിരിക്കണം. കാരണം ചില കാര്യങ്ങൾ, ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം എന്നുള്ള ഒരു പാഠവും കൂടിയാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുണ്ടെങ്കിലേ നടക്കാവൂ, നമ്മളില്ലെങ്കിൽ നാശക്കോട്ടയാവണം, നടക്കരുതെന്നുള്ളൊരു വിനാശ ബുദ്ധി ഉണ്ടല്ലോ. ആ ഒരു ബുദ്ധി ഉണ്ട്, പണ്ടേ ഉണ്ട്. ആ ഒരു പക്വതയില്ലായ്മ അദ്ദേഹത്തിനെ പോലുള്ള ആൾ ഇങ്ങനെയൊന്നും ഒരു പോസ്റ്റ് വിടാൻ പാടില്ല. കാരണം എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഞാൻ ഒരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രി അവിടെ ഇരുന്നു, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു, പ്രധാനമന്ത്രി ഇരുന്നു, രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് പുള്ളി ഇരുന്നു. പിന്നെ ഓരോ മന്ത്രിമാർ ചെന്നിരിക്കണം, നിർബന്ധം പിടിക്കേണ്ട, ഇപ്പുറത്തിരുന്നാൽ മതി. പക്ഷെ ആ ഒരു പക്വതയില്ല. ഇത് പുള്ളി വിചാരിച്ചിട്ടറിയാവോ? പുള്ളിക്ക് ധരിച്ച് വേറെ അബദ്ധമാണ്. പുള്ളി വിചാരിച്ച് മാമ ഇപ്പം എന്ത് ചെയ്യും, അമ്മയപ്പം ഇപ്പം എന്ത് ചെയ്യും, പ്രോട്ടോക്കോളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി കയറി ഇവിടെ ഇരിക്കാമെന്ന് പറയുമെന്ന് വിചാരിച്ചൊരു കസേര ഇട്ട്. കേരളത്തിലെ ഇവരുടെയൊക്കെ ഈ ഒരു ഭരണവും രാജഭരണവും ഒക്കെ നടക്കത്തുള്ളൂ. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ അവർ അപ്പോഴാണ് ഓർമ്മ മിനിറ്റ് വെച്ചുള്ള പ്രോട്ടോകോൾ അല്ലേ, അനങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ വേറെ കാര്യം കൂടെ പറയാം. ഇപ്പം ചെന്ന് കാര്യം പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞ് സ്റ്റേജിലോട്ട് ചെന്ന് അപ്പോഴേ സെക്യൂരിറ്റിക്കാർ പൊക്കിക്കൊണ്ട് പോകും. അവിടെ പിന്നെ വേറെ കാര്യം എത്രയോ സംഭവങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ ആളറിയാതെ അറിഞ്ഞും അവർ പൊക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ സുരക്ഷയൊക്കെ ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് അതൊന്നും കാര്യമില്ല. ഇത് യാതൊരു പക്വതയില്ലാത്ത പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് പിൻവലിക്കുമായിരിക്കും. യാതൊരു വിവരമില്ലാത്ത പോസ്റ്റാണ്. ഇതിങ്ങനെ സംഭവിക്കും. ഇതൊരു കൾച്ചർ ഉണ്ട് നമുക്ക്, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെ ഒരു കാരണം അവർക്കും കൂടെ സഹിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ആ സ്റ്റേജിലോട്ട് ഇരുന്നപ്പോ അവർക്ക് താഴെ വേദിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ അപ്പോഴിട്ടേ. കാരണം ഇപ്പൊ ഒരു 2-3 മണിക്കൂറായി ഇട്ടിട്ട് ആ സമയത്തെല്ലാം അദ്ദേഹം, ഞാൻ എന്താ പറഞ്ഞത്, മുഹമ്മദ് റിയാസ് ഇത് ചെയ്യാൻ പാടില്ല. ഒരു പാർട്ടിക്കാരൻ ചെയ്താൽ കുഴപ്പമില്ല. CPMൻ്റെ DYFIയുടെ നേതാക്കളെ കൊണ്ട് ജയിച്ചാൽ കുഴപ്പമില്ല. റിയാസ് അതിനെ ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ റിയാസ് നേരെ ഇത് ചെയ്യാൻ പാടില്ല. കാരണം പുള്ളിക്ക് പ്രോട്ടോകോൾ അറിയാം, കാര്യങ്ങൾ അറിയാം, ഇതിൻ്റെ ഒരു കൾച്ചർ അറിയാം, ഒക്കെ അറിയാം. അപ്പോൾ അതൊരു അഴുക്ക രാഷ്ട്രീയമാണ്, മനസ്സിലായി. അപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ അത് പക്വതയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. മാത്രമല്ല ഇത്തരത്തിൽ ഇപ്പം LDF സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞ് ഇവർ എപ്പോഴും വിഴിഞ്ഞം പദ്ധതി വാദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിൽ പോലും, ഇപ്പൊ ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്, ഈ ഒരു പ്രസംഗത്തിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി ഒന്നും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പറ്റി ഒന്നും പ്രതിപാദിക്കുന്നത് പോലും മാത്രമല്ല, ഇതിനകത്ത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട്. ഏത് പദ്ധതി വരുമ്പോഴും അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഒന്നുകിൽ പ്രിൻ്റ് ചെയ്ത ആളുകൾ കൊടുക്കും, അല്ലെങ്കിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും, ഒരു പേജെങ്കിലും. അതിൻ്റെ ഒരു ക്രോണോളജി പറയും. 1991 ആരംഭിച്ചു, 92 ഇത് കിട്ടി എന്ന് പറയും. ഇതൊന്നും വേണ്ട, ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. ആരുടെ സൈറ്റ്?
വിഴിഞ്ഞം പോർട്ടുകാർക്ക് സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് അടിച്ചു നോക്കിയാൽ അതിനകത്ത് കിടപ്പുണ്ട് വർഷം. എന്നിട്ട് മാറ്റി അടിച്ചു നോക്കിയാൽ ആ വർഷത്തിൽ ആരാണ് ഇവിടെ ഭരിച്ചതെന്ന്. സിമ്പിളല്ലേ? അപ്പോൾ സംഭവിക്കുന്നത് അറിയാമോ, ഈ ന്യൂജൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളൊക്കെ 2K ഇങ്ങോട്ടുള്ള പിള്ളേരൊക്കെ, അവരെല്ലാം ഇപ്പോൾ ഈ മൊബൈലിലൊക്കെ നോക്കണ പിള്ളേരാണ്. അവർ സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോഴാണ് ഈ വർഷം ഇങ്ങനെ കിടക്കുന്നത്. അവിടെ ആരുടെ ഇവിടെ ഭരിച്ചത്? അത് അന്ന് ഭരിച്ചത് കരുണാകരൻ. പിന്നെ ആരുടെ? അന്ന് ഉമ്മൻചാണ്ടി. അത് 2014 മോഡി. എത്ര തൂത്ത് മായ്ച്ചു കളഞ്ഞാലും വരും തലമുറ ചരിത്രം സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഇത് അങ്ങനെ എഴുതാതെ പോകാൻ പറ്റില്ല. ഇതിപ്പോ ഇവിടെ ഒരു സ്റ്റേജിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ എം വി രാഘവൻ ഇതിനകത്തൊരു പ്രധാന കക്ഷിയാണ്, ആരും പറയാത്തൊരു പേരാണ് എം വി രാഘവൻ. അദ്ദേഹം തുറമുഖമന്ത്രി ആയിരുന്നപ്പോൾ ഇതിനകത്ത് ഒരുപാട് ശ്രമം നടത്തിയ ആളാണ്. അപ്പോൾ എം വി രാഘവൻ, കരുണാകരൻ, ഉമ്മൻചാണ്ടി, നയനാരുടെ ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ VSന്റെയും ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പിന്നെ ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ കരാർ വയ്ക്കുകയും KV തോമസിനെയും ശശി തരൂരിനെയൊക്കെ ഇതിനകത്ത് ബന്ധിപ്പിക്കുകയും അദാനിയുമായിട്ട്. കാരണം സോണിയാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ആരെ ഇഷ്ടമല്ല? അദാനി ഇഷ്ടമല്ല. ആ ഇഷ്ടം ഉണ്ടാക്കിയൊക്കെ എടുത്തതിൽ ഈ KV തോമസിനൊക്കെ വലിയ പങ്കുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി KV തോമസിനെ ചുമതലപ്പെടുത്തി. ഇതൊരു വലിയൊരു കളക്റ്റീവ് വർക്കാണ്. ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് പിണറായിയുടെയോ വാസവന്റെയോ വില കുറയൂല, വില കൂടുകയേ ചെയ്യുള്ളൂ. സമൂഹത്തിൽ അവരുടെ വില കൂടുകയേ ചെയ്യുള്ളൂ. പക്ഷെ ഇതിപ്പോൾ അവർ അങ്ങനെയല്ല. ഇത് ഞാനും മാമനും മച്ചമ്പിയും മരുമോനും എല്ലാം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ചെയ്തതാണ്. VN വാസവന്റെ പ്രസംഗത്തിൽ പോലും കർമ്മയോഗി എന്നുള്ള തരത്തിലൊക്കെയാണ് കർമ്മം എന്താണെന്ന് യോഗി എന്താണെന്ന് അറിയത്തില്ല, യോഗം അറിയത്തില്ല, യോഗി അറിയത്തില്ല, കർമ്മം അറിയത്തില്ല, എന്താണ് പുള്ളി പറയണമെന്ന് അറിയത്തില്ല. അതെന്തറിയാം, അത് കാരണഭൂതൻ, കർമ്മയോഗി, പുതിയൊരു പേരും കൂടെ വന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി അങ്ങനെ നോട്ട് കൊടുത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇടയിൽ ഇങ്ങനെ പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞാണ്. അത് ഈ ഒരു വാഴ്ത്തുപാട്ടുണ്ടല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്തതാണ് ഇങ്ങനെ ഒരു വാഴ്ത്തുപാട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും BJP എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന LDF സർക്കാരിന് എന്തായാലും പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ആ രീതി നിൽക്കണം എന്നുള്ളൊരു ഇപ്പൊ കുറെ നാളുകളായിട്ട് വേറൊരു മായാലോകത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മോദി വരുമ്പോഴാണ് ഇവർക്കൊക്കെ ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇന്നലത്തെ സ്വീകരണവും ഇന്നത്തെ ഈ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ വെറും ഇന്ത്യയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്, ചെറിയൊരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടി മാത്രമാണെന്നുള്ള ഒരു ബോധം അവർക്ക് ഇത്തരത്തിൽ, അല്ലെങ്കിൽ അവരൊക്കെ രാജഭരണമാണ്. മാത്രമല്ല ഇപ്പം നാഷണൽ ലെവലിൽ ഒരുപാട് പരസ്യം വന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ. മോഡിയുടെ പടം മാത്രമേ ഉള്ളൂ, അവര് മുഖ്യമന്ത്രിയുടെ പടം കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പ്രൊഫഷൻ ഇല്ല, അതാണ് മലപ്പുറം കൊടുക്കാത്ത അങ്ങോട്ട് പ്രൊഫഷൻ ഇല്ലല്ലോ. രാജ്യത്ത് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ പ്രൈവറ്റ് പരിപാടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട്, കുംഭമേള പോലുള്ള, അല്ലാതെ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ പരിപാടിക്ക് അങ്ങനെ പോലും നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ കൊച്ചുമോനെയും മകളെയും ഭാര്യയും കൂടെ അവലോകന സമ്മേളനത്തിൽ ആ യോഗത്തിൽ അത് പല റിപ്പോർട്ടേഴ്സും മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിനെന്താ കുഴപ്പം, എന്റെ മകനെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ എന്താ കുഴപ്പം, ഞങ്ങൾ നേരത്തെ ഇത്തരത്തിലുള്ള എന്തോ എക്സിബിഷൻ ഒക്കെ കൊണ്ടുപോയിരുന്നുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ, അയാൾക്കന്ന് കുറച്ചുകൂടെ പല രീതിയിലും വിമർശിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസാദ് TV പ്രസാദ്. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, CMA ഞാൻ അങ്ങനെയല്ല, അതൊരു അവലോകന യോഗമല്ലേ, ഇത് മറ്റേ എക്സിബിഷൻ അല്ലല്ലോ എന്ന് ചോദിക്കുന്ന. അതിനെന്താ കുഴപ്പം, ഇതിനെന്താ കുഴപ്പം? അപ്പൊ അതുപോലും മറന്ന് ഞാൻ എൻ്റെ കൊച്ചുമോനുമായിട്ട് വന്നിരിക്കുന്നതിന് എന്താ കുഴപ്പം, ഞാൻ കാറി കൊണ്ടുപോയി, അതിനെന്താ കുഴപ്പം? ഈ കുഴപ്പം എന്തെന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇത് കുഴപ്പമുണ്ട് എന്നുള്ളൊരു സ്വയം ബോധം ഇപ്പൊ എനിക്ക് തോന്നി ഈ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും വന്നു. എന്തൊക്കെയാണ് പ്രോട്ടോക്കോൾ, അല്ലെങ്കിൽ എവിടെ ഇരിക്കണം, അല്ലെങ്കിൽ താൻ ഇരിക്കേണ്ടുന്നിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും കയറി ഇരിക്കും, അല്ലെങ്കിൽ താൻ മറ്റൊരാൾ കയറി ഇരിക്കേണ്ടുന്നിടത്ത് നമ്മൾ ഇരിക്കരുത് എന്നുള്ളൊരു ബോധം ഇവർക്കൊക്കെ വന്നു തോന്നുന്നു. അല്ല, അതങ്ങനെ വരുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരുപാട് പ്രോട്ടോക്കോൾ, ഗവർണറുടെ പരിപാടി, പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ പരിപാടി കുറച്ചുകൂടി പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത്രയും പ്രോട്ടോക്കോളൊക്കെ ഉള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ടൊരു വേലയും കാണിക്കാൻ പറ്റത്തില്ല. സ്റ്റേജിൽ ഓടിച്ചെന്ന് കയറി ചെവിയിലൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഫോട്ടോയിൽ വരട്ടെ എന്ന് വിചാരിച്ചു പരിപാടി നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? സദസ്സിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, മുഹമ്മദ് റിയാസ് ഒന്നി അമ്മായിപ്പൻ ഇട്ടൊരു ചോണ്ടിയത്. എന്തായാലും പ്രധാനമന്ത്രിക്കും BJPക്കും ഇട്ട് ചോണ്ടാൻ പറ്റത്തില്ലല്ലോ. ഇത് നടത്തുന്നത് സർക്കാരാണ് ഇത്ര പേരുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത്, സർക്കാരാണ് ഓരോ ഇരിപ്പിടങ്ങളും പാസുകളും ഒക്കെ കൊടുക്കേണ്ടത്. അപ്പൊ സ്വന്തം മരുമകൻ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റിയാസിന്റെ ഉള്ളിൽ തോന്നി ഇതായിരിക്കാം. എന്നാലും എന്റെ മാമ എന്റെ പേരുകൂടി ഒന്നും ഇട്ടില്ലല്ലോ, ഇത്രയും പേരിട്ടല്ലോ. ബ്രിട്ടാസിന്റെ പേരൊരു ഇട്ട് മാമ, ഞാൻ മന്ത്രിയല്ലേ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെയല്ലേ, ഇന്നലെ നമ്മൾ അടുത്തടുത്ത മുറി കിടന്ന് പൊതുമരാമത്ത് മന്ത്രി, ഇൻഫ്രാസ്ട്രക്ചറിന്റെ മന്ത്രിയല്ലേ. ഇൻഫ്രാസ്ട്രക്ചറിന്റെ മന്ത്രി താഴെ ഇരിക്കുകയും
ബാക്കിയുള്ള ആളുകൾ മുകളിൽ നിൽക്കുന്ന കണ്ട് തോന്നിയ ഒരു കുട്ടിത്തമായിട്ട് നമുക്ക് എടുക്കാം, അതിനെ നമുക്ക് അങ്ങനെ പുറക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.